പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ അധിവസിച്ചിരുന്നത് ഗുഹകളിലായിരുന്നു. നൂറ്റാണ്ട് പിന്നിട്ട് പുരോഗതിയിലെത്തിയപ്പോൾ ഇത്തരം ഗുഹകളെ നമ്മൾ പാടെ മറന്നു. 20 ദശലക്ഷം വർഷം പഴക്കമുള്ള അത്ഭുതങ്ങളുടെ നിലവറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാങ്കോ ഗുഹയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അക്ഷരാർത്ഥത്തിൽ ഭൂമിക്കടിയിൽ അത്ഭുതമാണ് ദക്ഷിണാഫ്രിക്കയിലെ കാങ്കോ കേവ്. ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയിലാണ് നൂറ്റാണ്ടുകളുടെ ചരിത്ര സത്യമുറങ്ങുന്ന കാങ്കോ ഗുഹ. ഗുഹയെന്ന് പറയുമ്പോൾ 2 പേർക്ക് മാത്രം കയറിയിരിക്കാവുന്ന ഒരു പാറ ഇടുക്കാണ് എന്ന് കരുതാൻ വരട്ടെ. 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള കണ്ടാലും മതിവരാത്ത ഒരത്ഭുത ലോകമാണിത്. സൗത്ത് ആഫ്രിക്കയിലെ ഓസ്ട്രൂം എന്ന പട്ടണത്തിൽ നിന്നുമാണ് ഞാൻ കാങ്കോ കേവ് കാണാനുള്ള ഈ യാത്ര ആരംഭിച്ചത്. ഓസ്ട്രോമിൽ നിന്നും 29 കിലോമീറ്റർ വനമധ്യത്തിലൂടെ യാത്ര ചെയ്തു വേണം കാങ്കോ കേവിലെത്താൻ. ഇവിടെ എത്താനുള്ള മറ്റൊരു പ്രധാന പാത പ്രിൻസ് ആൽബർട്ട് ടൗണിൽ നിന്നും ആരംഭിക്കുന്നതാണ്. 38 കിലോമീറ്റർ യാത്ര ചെയ്താലേ പ്രിൻസ് ആൽബർട്ടിൽ നിന്നും കാങ്കോ കേവിലെത്താൻ കഴിയൂ. താരതമ്യേന ദുർഘടമായ പാതയാണിത്. അതിനാലാണ് എൻ്റെ യാത്ര ഓസ്ട്രോം വഴിയാക്കിയത്. മാത്രമല്ല, പാറയിടുക്കുകൾ തുരന്നും മലമടക്കുകൾ താണ്ടിയും കാട്ടുചോലകൾ പിന്നിട്ടുമുള്ള ഈ യാത്രയാണ് ഏറെ രസകരമെന്ന് നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കി. മലമടക്കുകളിലൂടെയും താഴ്വരകളിലൂടെയുമാണ് എൻ്റെ യാത്ര. തണുപ്പുകാലം വിട പറയുന്നതിൻ്റെയും വസന്തകാലം വരുന്നതിൻ്റെയും അടയാളങ്ങൾ എങ്ങും കാണാം. ഓരോ വളവിലും തിരിവിലും സൗന്ദര്യം കൊണ്ട് മന്ത്രവാദം നടത്തിയിരിക്കുന്നു പ്രകൃതി. ഉയരം കുറഞ്ഞ ഉരുളൻ കല്ലുകളുടെ അനന്തമായ പരമ്പരകൾ, പച്ചപ്പരവതാനി വിരിച്ചിട്ട പോലെയുള്ള ഹൈവേ, അകലെ ധാരാളം കൃഷിയിടങ്ങൾ കാണാം. ആഫ്രിക്ക കാർഷിക വൻകരയാണെങ്കിലും ദക്ഷിണാഫ്രിക്ക വ്യാവസായിക രാഷ്ട്രമാണ്. ചോളം, ഗോതമ്പ്, മുന്തിരി, നാരങ്ങ എന്നിവയാണ് ഇവിടത്തെ പ്രധാന കാർഷിക വിഭവങ്ങൾ. 1680 ഈ കൃഷിയിടങ്ങളെല്ലാം വെള്ളക്കാരൻ സായിപ്പിന്റെ അധീശത്വത്തിലായത്. പിന്നീട് 1759 യൂറോപ്യന്മാരുടെ തോട്ടമായി ദക്ഷിണാഫ്രിക്ക മാറിയതോടെ ഈ നാട്ടുവഴികളിലെല്ലാം അധീശത്വത്തിന്റെ കുതിരക്കുളമ്പടി ഉയർന്നു പൊങ്ങിയിരുന്നു. ഒന്നും രണ്ടുമല്ല, 3.5 നൂറ്റാണ്ടുകാലം ഇവിടുത്തെ ആദിമവാസികൾ തികച്ചും ഇരുണ്ട കാലത്ത് തന്നെയായിരുന്നു. കൃഷിയിടങ്ങളെല്ലാം നരകയാതനകളുടെ കേന്ദ്രമായി മാറിയിരുന്നു. ആഫ്രിക്കയിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് കാങ്കോ കേവ്. മനുഷ്യന്റെ പ്രാചീനമായ ആവാസ വ്യവസ്ഥിതിക്ക് ഇന്നും ഭൂമിയിൽ അവശേഷിക്കുന്ന ഏറ്റവും മനോഹരമായ ഇടവും കാങ്കോ ഗുഹ തന്നെയാണ്. ചരിത്രപരമായും പൗരാണികവുമായ ഗുഹയുടെ പാരമ്പര്യത്തെപ്പറ്റി ഇന്നും പഠനങ്ങൾ നടന്നുവരുന്നതേയുള്ളൂ. കാങ്കോ ഗുഹ കാണുന്നത് പോലെ തന്നെ സുന്ദരമാണ് ഗുഹയിലേക്കുള്ള യാത്രയും. ഇരുവശങ്ങളിലും ഉയർന്ന് പടർന്ന കുന്നുകൾ, വശങ്ങളിൽ പാറക്കെട്ടുകളും ചെറിയ കാട്ടാറുകളും, എതിരെ വരാൻ ഒരു വാഹനവുമില്ലാത്ത തികച്ചും ശാന്തമായ ഒറ്റയടിപ്പാതകൾ എല്ലാം ചേർന്ന് കാങ്കോ ഗുഹ കാണാനുള്ള യാത്ര തികച്ചും സൗന്ദര്യം മുറ്റി നിൽക്കുന്ന ഒന്നാണ്. ബസ്സിനുള്ളിൽ നിന്നും ഒഴുകിയെത്തുന്ന പാട്ടിന്റെ ശബ്ദം മാത്രമാണ് ആകെയുള്ളത്. സ്വാർട്സ്ബർഗ് മലനിരകളിലാണ് കാങ്കോ ഗുഹ രൂപം കൊണ്ടിരിക്കുന്നത്. കാലികൾ മേയുന്ന പുൽമൈതാനങ്ങളും കാലിത്തൊഴുത്തും കർഷക ഭവനങ്ങളും പിന്നിട്ട് ഞങ്ങളുടെ വാഹനം യാത്ര തുടരുകയാണ്. ഞാൻ കാണാനേറെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന കാങ്കോ കേവിന്റെ മുന്നിൽ ഞങ്ങളുടെ വാഹനമെത്തി. അധികം കാത്തു നിൽക്കാതെ തന്നെ ഞാൻ കാങ്കോ ഗുഹയ്ക്ക് അകത്ത് കടക്കുന്നതിന് മാനസികമായി തയ്യാറെടുത്തു. ഗുഹയ്ക്കകത്തെ അത്ഭുതങ്ങളാണ് ഇവിടെ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂപ്രഭുക്കന്മാരും രാജപ്രതിനിധികളും പങ്കെടുത്ത അത്താഴ വിരുന്നായ ഓസ്ട്രോം കേവ് പാർട്ടിയുടെ ചിത്രം അവിടെ ചുവരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലുള്ളവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും ചിത്രത്തിന് ജീവനുള്ളതുപോലെ തന്നെ തോന്നും. പ്രഭുക്കന്മാരും പ്രഭ്യുകളും മാത്രമല്ല, കുതിരയും കുതിരവണ്ടികളുമെല്ലാം ഫോട്ടോയിലുണ്ട്. ഇതാണ് പ്രവേശന കവാടത്തിലുള്ള റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റിന്റെ പേരും കോങ്കോ കേവ് റെസ്റ്റോറന്റ് എന്ന് തന്നെ. റെസ്റ്റോറന്റിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്താൽ തിരിച്ചു വരുമ്പോൾ ആവി പറക്കുന്ന ഫുഡ് ഓക്കെ. അതാണ് ഇവിടുത്തെ സമ്പ്രദായം. സന്ദർശകർ ധാരാളം പേർ ആഹാരത്തിന് ഓർഡർ നൽകുന്നുണ്ട്. എല്ലാവരോടും തികഞ്ഞ സ്നേഹത്തോടും പുഞ്ചിരിയോടുമാണ് ജീവനക്കാരികൾ ഇടപഴകുന്നത്. ഞാനും ചില ആഹാര സാധനങ്ങൾക്ക് ഓർഡർ നൽകി. ഗുഹയിലേക്ക് കയറുന്നതിന് മുമ്പ് അതിന്റെ മാപ്പ് ഒന്നുകൂടി നോക്കി മനസ്സിലാക്കി. കാരണം അകത്ത് കടന്നാൽ വഴിതെറ്റാനുള്ള സാധ്യത വളരെ വലുതാണ്. പ്രവേശന കവാടം പിന്നിട്ടാൽ ആദ്യത്തേത് വാൻസിൽ ഹാളാണ്. അവിടെ നിന്നും ത്രോൺ റൂമും ബോഥാസ് ഹാളും റെയിൻബോ ചേംബറും ബ്രൈഡൽ ഫെറി ലാൻഡും ഡ്രം റൂമും ജേക്കബ്സ് ലേഡറും ക്രിസ്റ്റൽ ചേംബറും ലോർഡ്സ് ചേംബറും ടണൽ ഓഫ് ലവും കിങ് സോളമൻ മൈനും ഡെവിൾസ് വർക്ക്ഷോപ്പും ഐസ് ചേംബറും ഡെവിൾസ് ചിമ്മിനിയും ഒക്കെ കടന്നു വേണം ഗുഹയുടെ ഏറ്റവും അങ്ങേയറ്റത്തെത്താൻ. 24 കിലോമീറ്ററാണ് ഗുഹയുടെ ആകെ നീളം. എന്നാലും ഇതിൽ 1/4 മാത്രമേ ഇപ്പോഴും സന്ദർശകർക്കായി തുറന്നു നൽകിയിട്ടുള്ളൂ. ഇതാണ് കാങ്കോ ഗുഹയുടെ പ്രവേശന മുഖം. നല്ല ധൈര്യമുള്ളവർ മാത്രമേ കാങ്കോ ഗുഹ കാണാൻ ഇറങ്ങാവൂ, ഗൈഡ് പറഞ്ഞു. അത്രയ്ക്ക് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ പാറക്കെട്ടുകൾക്കിടയിൽ. ഇക്കാണുന്ന ചെറിയ ചെറിയ വിള്ളലുകൾക്കിടയിൽ കൂടിയാണ് ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നത്. എന്നാൽ അകത്ത് കടന്നാലോ വളരെ വിശാലമാണ് ഗുഹയുടെ ഉൾഭാഗം. പണ്ട് 100 പ്രാകൃത മനുഷ്യരാണ് ഇതിനുള്ളിൽ താമസിച്ചിരുന്നത്. സഞ്ചാരികൾ ഗുഹയെ പിന്നിലാക്കി ധാരാളം ഫോട്ടോകൾ എടുക്കുന്നു. പക്ഷേ ഫോട്ടോയിൽ കുറെ പാറകൾ മാത്രമേ കാണൂ. ഗുഹ കാണാനാകില്ലെന്ന കാര്യം ഇവർ ഓർക്കുന്നതേയില്ല. ഗുഹയ്ക്കകത്ത് കടക്കുമ്പോൾ വെള്ളം, ആഹാരം എന്നിവയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. കട്ടി കുറഞ്ഞ തരം വസ്ത്രങ്ങളെ ധരിക്കാവൂ. ഇരുണ്ട കാലത്തിലേക്കുള്ള ഒരു സാഹസിക യാത്ര കൂടിയാണിത്. പ്രാചീന ശിലായുഗ മനുഷ്യൻ പ്രകൃതിയോട് മല്ലിട്ട് പ്രകൃതി വിഭവങ്ങളെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്നൊരു കാലം. ആ കാലത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഇതാണ് കാങ്കോ ഗുഹയിലേക്കുള്ള പ്രവേശന വഴി. പാറയിൽ രൂപം കൊണ്ട ഒരു വലിയ ദ്വാരം. 1930-ൽ ഗുഡ്വിൻ എന്ന ഗവേഷകനാണ് ഈ ഗുഹ കണ്ടെത്തുന്നതിനുള്ള പര്യവേഷണം നടത്തിയത്. എന്നാൽ അതിനു മുമ്പ് ജേക്കബ് വാൻസിൽ എന്ന ഡച്ച് കുടിയേറ്റ കർഷകൻ ഈ ഗുഹ കണ്ടെത്തി. ഇതിനകത്ത് കുറച്ചു ദൂരം അദ്ദേഹം യാത്ര ചെയ്തിരുന്നു. പുല്ലുമേയാൻ പോയ തന്റെ പശുക്കളിൽ ഒന്നിനെ കാണാഞ്ഞ് അതിനെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കവെയാണ് വാൻസിൽ എന്ന മനുഷ്യൻ ഈ ഗുഹ കണ്ടതത്രേ. അദ്ദേഹവും സഹായിയും പന്തങ്ങളുമായി ഗുഹയ്ക്കകത്തേക്ക് കയറി നോക്കുകയായിരുന്നു. വാൻസിലിന്റെ ഓർമ്മയ്ക്കായി ഈ ഭാഗത്തെ വാൻസിൽ ഹാൾ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. വാൻസിൽ ഹാളിലൂടെ ഞാൻ അകത്ത് കടന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും 1000 വർഷം പിന്നിലേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നി. നരവംശാസ്ത്രത്തിന്റെ കാണാത്ത ലോകത്തേക്ക് ഞാൻ മെല്ലെ നടന്നു കയറി. എങ്ങും നല്ല ഇരുട്ട്, എവിടെ നിന്നോ ചിതറി വീഴുന്ന ചെറിയ വെളിച്ചം. ആ വെളിച്ചത്തിന്റെ ഓരം പറ്റി പതിയെ ഞാൻ നടന്നു. അന്തർജല പ്രവാഹങ്ങൾ ഉറഞ്ഞുകൂടിയാണ് ഇത്തരം ഗുഹകൾ രൂപപ്പെട്ടതെന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. ചുണ്ണാമ്പ് കല്ലുകളാണ് ഈ ഗുഹയുടെ നിർമ്മിതിക്കായി പ്രകൃതി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒഴുകി വിന്യസിക്കുന്ന ചുണ്ണാമ്പ് കല്ലുകൾ
കാലപ്രവാഹത്തിൽ കട്ടിപിടിച്ചും രൂപപരിണാമങ്ങൾ സംഭവിച്ചും കോങ്കോ ഗുഹ പോലെ നിരവധി ശില്പ സമുച്ചയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് വർഷം മുമ്പ് നമ്മുടെ ഹിമാലയത്തോളം വലിപ്പമുണ്ടായിരുന്നു അറ്റാക്വ മലനിരകൾക്കും. 20 ദശലക്ഷം വർഷം മുമ്പ് സംഭവിച്ച ഭൂമികുലുക്കത്തിൽപ്പെട്ട് കടൽ ഗതിമാറുകയും അറ്റാക്വ മലനിരകൾ പാതിയും തകർന്നു വീഴുകയും ചെയ്തു. ഈ ഗതിമാറ്റമാണ് കാങ്കോ ഗുഹകളുടെ രൂപകൽപ്പനയ്ക്ക് കാരണമായതെന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്. ദ്രവരൂപത്തിലുള്ള കാൽസ്യം കാർബണേറ്റ് ഒഴുകി ഒലിച്ചും കട്ടിപിടിച്ചുമാണ് ഈ ഗുഹാവിസ്മയം ഉണ്ടായത്. ഓരോ ചുവടും ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് വച്ചത്. കാരണം തപ്പിത്തടഞ്ഞു വീണാൽ പരിക്കെനിക്ക് മാത്രമല്ല, എന്റെ ക്യാമറയ്ക്കും അതേറെ ദോഷം വരുത്തും. ഇരുൾ പാളികളെ കീറി മുറിച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെയോ ക്യാമറ ഫ്ലാഷുകൾ മിന്നിത്തെളിയുന്നുണ്ട്. ഗുഹയ്ക്കുള്ളിലൂടെ നടന്ന് അന്നത്തെ മനുഷ്യരൂപങ്ങളെ കാണുമ്പോൾ അറിയാതെ നമ്മൾ അന്നത്തെ ലോകത്ത് തന്നെയാണോ എന്ന് തോന്നിപ്പോകും. പുറം ലോകത്തെ മറന്ന് ഗുഹാജീവിതം മാത്രം ഓർത്തുള്ള ഒരു യാത്ര. ഡെവിൾസ് കിച്ചൺ എന്നാണ്
ഖോയ് എന്നീ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട എത്രയോ മൂപ്പന്മാരുടെയും രാജാക്കന്മാരുടെയും കിരീടം ഇവിടെ സൂക്ഷിച്ചിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നായിരിക്കണം അവർ കാട്ടുഭരണം നടത്തിയിരുന്നത്. ഈജിപ്തിലെ പിരമിഡിന്റെ ഉൾഭാഗത്തെ കാഴ്ചകൾ പകർത്താൻ പോയ സമയത്തെ രംഗങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അന്ന് കൂട്ടം തെറ്റിപ്പോയ ഞാൻ പിരമിഡിന്റെ ഉള്ളിൽ വളരെ സമയം വഴിതെറ്റി കറങ്ങേണ്ടി വന്നു. എന്നാൽ ഇവിടെ അത് സംഭവിക്കാതിരിക്കുന്നതിനായി ഞാൻ എൻ്റെ ഒപ്പമുള്ള സംഘത്തിന്റെ കൺവെട്ടത്തു നിന്നും മാറാതെ തന്നെ നിന്നു. നീണ്ടു വളഞ്ഞ ഇടനാഴികളും കുത്തനെയുള്ള പടിക്കെട്ടുകളും പിന്നിട്ട് ഫെയറി ലാൻഡ് എന്ന ഭാഗത്തേക്കാണ് എന്റെ ഈ യാത്ര. വർണ്ണങ്ങളുടെ ഘോഷയാത്രയാണ് ഫെയറി ലാൻഡ്. ഒരു സൂര്യകാന്തി പൂവ് കമിഴ്ത്തി വെച്ചതുപോലെയാണ് ഇവിടം. ഗൈഡ് തന്റെ പക്കലുള്ള ടോർച്ച് ഗുഹയുടെ ചുവരുകളിൽ തെളിച്ച് കാട്ടി കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ്. പെട്ടെന്ന് ഞങ്ങളുടെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചുകൊണ്ട് റൂഫ് ക്രിസ്റ്റൽ തെളിഞ്ഞു. ഇത്ര നേരവും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞവർ ഒരു നിമിഷം അമ്പരന്നുപോയി. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള തൂണുകളാണ് ഇവിടുത്തെ സവിശേഷത. 1.5 മില്യൺ വർഷങ്ങൾ കൊണ്ടാണ് ഇവയുടെ ഒരു ചെറിയ ഭാഗം വളർന്നിറങ്ങുന്നത്. മുകളിൽ നിന്നും താഴേക്ക് പെരുവിരലുകൾ നീട്ടിപ്പിടിച്ചതുപോലെ നിരവധി ക്രിസ്റ്റൽ രൂപങ്ങൾ ഞാന്നു കിടക്കുന്നു. മുകളിൽ നിന്നും ചുണ്ണാമ്പ് കല്ലുകൾ വെള്ളത്തുള്ളികൾ പോലെ താഴേക്ക് വളർന്നിറങ്ങുന്ന വേരുകൾ പോലെ മനോഹരമാണ് ഈ ചുണ്ണാമ്പ് കല്ലിന്റെ വർണ്ണ കാഴ്ച. 1 സെന്റിമീറ്റർ നീളത്തിൽ ഈ ചുണ്ണാമ്പ് വേര് വളരാൻ 5 മില്യൺ വർഷമെടുക്കുമത്രേ. അങ്ങനെയെങ്കിൽ ഇത്രയും നീളത്തിൽ ഇവ രൂപപ്പെടാൻ എത്ര ദശലക്ഷം വർഷങ്ങൾ എടുത്തു കാണും? ഞാൻ ആലോചിച്ചു നോക്കി. മാത്രമല്ല, ഇപ്പോഴും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണത്രേ.
മഞ്ഞയും കലർന്ന നിറമാണ് ഈ പക്ഷിക്കും. പെൺകുഞ്ഞ് പക്ഷിയെയാണ് കണ്ണെടുക്കാതെ നോക്കുന്നതെങ്കിൽ പക്ഷിയുടെ നോട്ടം സമീപത്തെ ഓറഞ്ച് മരത്തിൽ പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരു ഓറഞ്ചിലാണ്. അവയിൽ തൊടാൻ പോലും അനുവാദമില്ല. ഇതൊന്നും അറിയാതെ പാവം വാനമ്പാടി ഗ്ലാസിനപ്പുറത്തിരുന്ന് എന്നെയും ഓറഞ്ച് മരത്തെയും മാറി മാറി നോക്കിക്കൊണ്ടേയിരുന്നു.